സംഭവമൊക്കെ ശരിയാ പ്രശാന്ത് ശിവ. പക്ഷേ ആള് മാറിപ്പോയി. അത് ഷാഫി പറമ്പിലാണ്. ആവർത്തിച്ചു പറയാണ്, അത് ഷാഫി പറമ്പിലാണ്. വടകരയെ ഞെട്ടിച്ച, കേരളത്തിൽ എവിടെ നിർത്തിക്കഴിഞ്ഞാലും ജയിക്കാൻ സാധ്യതയുള്ള, നല്ല അടിവേരുള്ള, നല്ല കറകളഞ്ഞ രാഷ്ട്രീയ നേതാവായി അയാൾ വളർന്നിരിക്കുകയാണ്. അയാളെ നിങ്ങൾക്ക് പേടി കാണും, അയാളെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തോന്നും, അയാളെ അസ്തമിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാഷ്ട്രീയം മറന്ന് സഖ്യമുണ്ടാക്കിയേക്കാം, എന്തും ചെയ്തേക്കാം. പക്ഷേ അയാൾക്ക് നിങ്ങളുടെ ഓരോ ചോദ്യത്തിനും വ്യക്തവും സുതാര്യവുമായിട്ടുള്ള ഉത്തരവുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും പ്രശാന്ത് ശിവ നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും പ്രശാന്ത് ശിവന്റെ ഒരു വീഡിയോ വരുന്നു. ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പ്രശാന്ത് ശിവൻ വളരെ ഗൗരവമേറിയ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞ ആ യുവതിയെ ക്ഷണിച്ചിട്ടുള്ള വടകരയിലുള്ള ഫ്ലാറ്റ് അത് ഷാഫിയുടെ ഫ്ലാറ്റ് ആണ് എന്നാണ് ഇൻഡയറക്ട്ലി പ്രശാന്ത് ശിവൻ പറയുന്നത്. അത് ഷാഫിയും കൂടി ഈ പറയുന്ന പരിപാടിയിലുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ പ്രശാന്ത് ശിവൻ അങ്ങ് മെനക്കെടുകയാണ്. ആ വീഡിയോ കാണാം, എന്നിട്ട് ഷാഫി അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്, അത് നമുക്ക് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ വടകരയിലെ ഫ്ളാറ്റിനെ കുറിച്ചും അന്വേഷിക്കണമെന്ന് BJP. വടകരയിൽ ആരാണ് രാഹുലിന്റെ സംരക്ഷകൻ എന്ന് കണ്ടെത്തണമെന്നും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് രാഹുലിന്റെ പ്രഖ്യാപനത്തിന് കാരണവും പിന്തുണയും പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരാണെന്നും BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സത്യവാങ്മൂലം നൽകിയതിൽ വടകരയിൽ രാഹുലിന് ഫ്ലാറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ഇവരെ ക്ഷണിച്ചത്, വടകരയിൽ ആരാണ് രാഹുലിനെ സംരക്ഷിക്കാനായിട്ടുള്ളത് എന്ന് പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനകത്തെ ഗോഡ് ഫാദർമാർ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം സ്വതന്ത്രനായി പാലക്കാട് മത്സരിച്ചാലും വിജയിക്കുമെന്ന് പറയുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തെ വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കാര്യം പറയാം പ്രശാന്ത് ശിവ, ഷാഫിയെ കുറിച്ച് നീ പറഞ്ഞത് ഷാഫി എന്നെ മറുപടി പറയട്ടെ. പക്ഷേ ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല, ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗവും നിലവിലല്ല. പക്ഷെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിലെടുത്ത നിലപാട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്തിട്ടില്ല പ്രശാന്ത് ശിവ. കാരണം രാഹുൽ എന്ന് പറയുന്നത് ലീഡിംഗ് ആണ്, അല്ലാതെ നിങ്ങളെപ്പോലെയുള്ള ഒരു വൃത്തികെട്ട രാഷ്ട്രീയം പറഞ്ഞിട്ട് പോകുന്ന പാർട്ടിക്ക് തന്നെ തലവേദനയായി കിടക്കുന്ന ആളൊന്നുമല്ല. രാഹുൽ കോൺഗ്രസിന്റെ ലീഡിംഗ് എന്താ പറയുന്നത് നേതാവാണ്, അല്ലെങ്കിൽ ലീഡർഷിപ്പിലുള്ള നല്ല പവറുള്ള ഒരാളെയാണ് ഒരു ആരോപണം വന്നപ്പോൾ പരാതി കിട്ടുന്നതിന് മുമ്പ് VD സതീശൻ നടപടി എടുത്തിട്ടുള്ളത്. അത് വേറെ കാര്യമാണ്. ഇനി രാഹുലിന്റെ ഫ്ലാറ്റ് വിഷയം, അതായത് ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റ് വിഷയം, അതിനുള്ള മറുപടി അത് ഷാഫി പറമ്പിൽ തന്നെ നിനക്ക് തരുന്നുണ്ട്, വ്യക്തമായ മറുപടി. ഒന്ന് നോക്കൂ. താങ്ക് യു. ഏത് ഫ്ലാറ്റിന്റെ കാര്യത്തിൽ എനിക്ക് ഫ്ലാറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കും, ഞാൻ എന്തിനാ അതിന് മറുപടി പറയുന്നു? ഞാൻ ആരുൾപ്പെടെ അല്ല, അത് ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനു മറുപടി? എന്റെ പേര് അതിനകത്ത് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിലുണ്ടോ? വടകര എന്നുള്ള പേരെടുത്തിട്ട് താങ്കൾക്കെതിരെ അതാണ് താങ്കളുടെ ചോദ്യത്തിലുണ്ട്. അതിന്റെ ക്ലിയർ ആയിട്ട് കേട്ടോ. ഒരു ഫ്ലാറ്റ് വടകരയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഷാഫിയുടെ ഫ്ലാറ്റ് ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു തരം ചിന്താശേഷി, അത് ഷാഫി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വരെ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയക്കാരനെ ഉന്നം വെച്ച് തകർക്കാനുള്ള കൃത്യമായ ഗൂഢാലോചന. അതിൽ CPM-നും പങ്കുണ്ട്, BJP-ക്കും പങ്കുണ്ട്. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിങ്ങൾ ഇടപെടുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിൽ ന്യായവും നീതിയും ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ അതേസമയം ഷാഫിയെ വേട്ടയാടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ പരിപാടി അത് കുറച്ചു പ്രശ്നമുള്ള കേസാണ്. കാരണം ഷാഫി ഇതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും കൃത്യമായി മറുപടി പറയുന്നുണ്ട്. കാരണം ഈ പറയുന്ന വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പ്രശാന്ത് ശിവന് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശാന്ത് ശിവൻ അടങ്ങുന്ന ആളുകൾക്ക് കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, എൻ്റെ പേര് എവിടെയെങ്കിലും പോലീസ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. പോലീസ് ഇതുവരെ സാക്ഷ്യപ്പെടുത്താത്ത ഒരു കാര്യത്തെ എന്തിനിവർ പറഞ്ഞു? വടകരയിൽ എത്ര ഫ്ലാറ്റുകൾ ഉണ്ടാകാം? ഷാഫി എന്തായാലും ഈ പറയുന്നത് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കുമോ എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിൽക്കത്തില്ല. ഷാഫി അങ്ങനെ വളരെ കേഡർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതോടൊപ്പം തന്നെ രാഹുൽ വിഷയത്തിൽ ഷാഫിക്ക് മറുപടിയില്ലേ? ഉണ്ട്, അതും ക്ലിയർ ആയിട്ട് ഷാഫി പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോ. ഞങ്ങൾ അതിനകത്ത് തുടക്കം മുതലേ പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞു അദ്ദേഹം അറസ്റ്റിലായി എന്നുള്ളത്. അത്തരം ഒരു ലോ എടുക്കുന്ന ഒരു പ്രൊസീജിയറിലും അതിന് തടസ്സമായി കോൺഗ്രസ് പാർട്ടിയോ അതിൻ്റെ ഒരു നേതാവോ
ഞങ്ങൾ ആരും വന്ന് നിന്നിട്ടില്ലല്ലോ. പാർട്ടിയിൽ അങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ പാർട്ടിയിലെ സസ്പെൻഷൻ കഴിഞ്ഞു. ആ സസ്പെൻഷന് ശേഷം പരാതി ലഭിച്ചപ്പോൾ പാർട്ടി തന്നെ അത് പോലീസിന് കൈമാറി. ഇപ്പോൾ അതിൻ്റെ ശേഷം തന്നെ പാർട്ടി ഡിസ്മിസലും കഴിഞ്ഞു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇപ്പോൾ നിയമപരമായ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നീതി നടക്കട്ടെ. എന്താണോ സത്യസന്ധമായ കാര്യങ്ങൾ അത് ഈ നിയമപരമായ പ്രൊസീജിയറിൽ പുറത്തു വരട്ടെ. ആ പുറത്തു വരുന്നതിനനുസരിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ. അല്ല, ഇതിനേക്കാൾ ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി എന്താ? ഇവിടെ പല കേരളത്തിലെ CPM ആണെങ്കിലോ അല്ലെങ്കിൽ BJP ആണെങ്കിലോ അവരുടെ ഏതെങ്കിലും ഒരു നേതാവ് ഈ പറയുന്നത് പോലെ ഒരു ലൈംഗിക അതിക്രമണ കേസിലോ അല്ലെങ്കിൽ ഒരു ബലാത്സംഗ കേസിലോ അവർ പെടുമ്പോൾ പാർട്ടി ന്യായീകരിക്കാറുണ്ട്, പാർട്ടി സംരക്ഷണം കൊടുക്കാറുണ്ട്, പാർട്ടി അതിനെ ന്യായീകരിച്ച് പ്രത്യേകിച്ചിട്ട് മുകേഷിൻ്റെ ഒക്കെ കാര്യത്തിൽ CPM എടുത്തിട്ടുള്ള നിലപാട് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. പക്ഷെ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള ഒരു ലീഡിങ്, ഒരുപക്ഷെ കേവലം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു MLA എന്നതിനപ്പുറത്ത് ജനകീയമായി കോൺഗ്രസിന് വലിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള, അതിന് കെൽപ്പുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലെ ചാനൽ ചർച്ചകളിലെ മുഖമായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിൽ പ്രഥമ ദൃഷ്ടിയാൽ ചില കഴമ്പുകളുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നെടുക്കുന്ന നടപടി, ആ നടപടിയുടെ ഭാഗമായിട്ട് അയാളുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, അയാളെ പാർട്ടിയിൽ നിന്ന് അവസാനം പുറത്താക്കുന്നു. ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സന്ദേശമല്ലേ പൊതുജനങ്ങൾക്ക് നൽകുന്നുള്ളത്? വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. നേതാക്കന്മാർ രമേശ് ചെന്നിത്തല അടക്കം പരസ്യമായിട്ട് മിണ്ടുന്നില്ല, VD സതീശൻ പരസ്യമായിട്ട് സംസാരിക്കാൻ നിൽക്കുന്നില്ല, യോഗങ്ങളിൽ പങ്കെടുക്കാൻ നിൽക്കുന്നില്ല. ഇതൊക്കെ കൃത്യമായൊരു രാഷ്ട്രീയ നിലപാട് പറഞ്ഞു തരുമ്പോൾ ഇവിടെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരാണ്. കാരണം പൊതുജനം ഇത് കാണുന്നുണ്ടല്ലോ, പൊതുജനം വളരെ ക്ലിയർ ആയിട്ട് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പക്ഷത്ത് നിന്ന് പറയല്ല, മറിച്ച് പൊതുജനം വിലയിരുത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്, ഈ വിഷയത്തിൽ ഷാഫി കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്ന നിലപാട്, ഇതൊക്കെ കൃത്യമായിട്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ച ആ നീക്കം BJPക്കും CPMനും പാളി. 100% അവർക്കത് പാളി. അപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ത്രൂ ഷാഫി, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഷാഫിയിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതി ഇവർ പയറ്റുകയാണ്. കാരണം ഷാഫിയിലേക്ക് നിങ്ങൾ പോകുന്തോറും നിങ്ങൾ രാഹുൽ വിഷയത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ മൈലേജും അവസാനിപ്പിക്കും. കാരണം രാഹുലിനെ 10 രാഹുലാണ് ഒരു ഷാഫി. കാരണം 10 രാഹുലാണ് ഒരു ഷാഫി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വിശ്വസിച്ച് നിർത്തിച്ചു കഴിഞ്ഞാൽ, അവിടെ ഏതെങ്കിലും ഒരു മതഭൂരിപക്ഷത്തിന്റെ കേസ് ആണെങ്കിൽ പോലും അവിടെയൊക്കെ ജയിച്ച് കയറി വരാൻ പറ്റുന്ന ശേഷിയും അത്രമേൽ വോട്ട് ബാങ്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാളെ നിങ്ങൾ നോട്ടമിട്ട് കഴിഞ്ഞാൽ പൊതുജനം നിങ്ങൾക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പൊ അനാവശ്യമായി ഷാഫിയെ കേന്ദ്രീകരിച്ച് പോകുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം, BJP ആണ്, BJP പ്രശാന്ത് ശിവനൊക്കെ അനാവശ്യമായിട്ട് ഈ വള്ളി പിടിച്ചതാണ്. എന്തായാലും കിടിലം മറുപടിയാണ് ഷാഫി ഈ വിഷയത്തിൽ കൊടുത്തിട്ടുള്ളത്. എവിടെയെങ്കിലും എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോപണം ഉയർത്താം. ഒരിടത്ത് പോലും പോലീസിന്റെ റിപ്പോർട്ടിൽ പോലും ഒരിടത്തിൽ പോലും എൻ്റെ പേരില്ലാത്ത സമയത്ത് നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ ആരോപണം ഉയർത്തുന്നു എന്നുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഷാഫി ചോദിച്ചത്.